പക്ഷെ അശ്വത്ഥാമാവിൻ്റെ ചൈതന്യം, അശ്വത്ഥാമാവിൻ്റെ ആ പ്രവൃത്തി, അശ്വത്ഥാമാവിൻ്റെ ഭാവം അത് ഇന്നും ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഹനുമാൻ ഇന്നും ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്കും അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ളതായിരിക്കും നമ്മുടെ പൂർവികന്മാർ ചെയ്തതായിരിക്കുന്ന പാപങ്ങൾ തീരാനായിട്ട് എന്ത് വേണം? ഓം നമോ ഭഗവതേ വാസുദേവായ. സാധാരണഗതിയിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചിരഞ്ജീവികളെ നമ്മൾ സ്മരിക്കണം എന്ന് പറയും. അപ്പോൾ സനാതനധർമ്മത്തിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. 7 പുണ്യ നഗരങ്ങൾ നമുക്കുണ്ട്. അതാണ് അയോധ്യ, മധുരാമായ, കാശി, കാഞ്ചീയവന്തിക, പുരി, ദ്വാരാവതീയവ, സപ്തൈതേ, മോക്ഷദായിക. അപ്പോൾ അത് നേരെ ആ പുണ്യക്ഷേത്ര സ്ഥലങ്ങളാണ്. അതേപോലെ പുണ്യനദികളുണ്ട്. അപ്പോൾ പുണ്യനദികളിലാണ് ഗംഗ, കാശി, ഗംഗ തുടങ്ങിയിരിക്കുന്ന നദികളെക്കുറിച്ച് പറയാം. അതേപോലെ തന്നെ സ്മരിക്കേണ്ടവരാണ് ചിരഞ്ജീവികൾ എന്ന് പറയും. അപ്പോൾ ചിരഞ്ജീവികൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാലത്തും ജീവിക്കുന്നവരാണ്. അവർ നേരെ അല്പായുസ്സുകളല്ല, ഹ്രസ്വായുസ്സുകളല്ല, അവർ ചിരായുസ്സുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിരായുസ്സാണ്, അപ്പോൾ ചിരഞ്ജീവികളാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ രാവിലെ സ്മരിക്കേണ്ടത് ചിരഞ്ജീവികളെ നമ്മൾ സ്മരിക്കണം എന്ന് പറയും. അപ്പോൾ ആരൊക്കെയാണ് ചിരഞ്ജീവികൾ? അത് നമ്മുടെ ആ ചിരഞ്ജീവികളെക്കുറിച്ച് പറയുന്നത് അശ്വത്ഥാമ, ബലിർവ്യാസോ, ഹനുമാംശ വിഭീഷണ, കൃപ പരശുരാമശ്ച, സപ്തൈതേ ചിരഞ്ജീവനഃ എന്ന് പറയും. അപ്പോൾ അശ്വത്ഥാമ അതാണ് ഒന്നാമത്തെ ചിരഞ്ജീവി. അപ്പോൾ അതിൻ്റെ ക്രമത്തിൽ ഓരോന്ന് പറയും. അശ്വത്ഥാമ, പിന്നെ മഹാബലി, പിന്നെ വ്യാസൻ, അശ്വത്ഥാമ ബലിർവ്യാസോ, പിന്നെ ഹനുമാൻ, ഹനുമാംശ, പിന്നെ വിഭീഷണൻ, പിന്നെ കൃപ പരശുരാമശ്ച, കൃപാചാര്യൻ പരശുരാമൻ. ഇതാണ് ആദ്യത്തെ കാലത്തുണ്ടായിരിക്കുന്ന 7 ചിരഞ്ജീവികൾ. അതാണ് പ്രാചീന കാലത്തെ 7 ചിരഞ്ജീവികൾ എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ചിരഞ്ജീവിത്വം എന്ന് പറഞ്ഞാൽ? അശ്വത്ഥാമാവ് ഇന്നിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അശ്വത്ഥാമാവ് എവിടെയാണ്? അശ്വത്ഥാമാവ് എവിടെ ജീവിച്ചു? അപ്പോൾ അശ്വത്ഥാമാവിൻ്റെ ജന്മസ്ഥലം തേടി പോയിട്ട് പറയില്ല. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ദ്രോണാചാര്യൻ്റെ ആ വീടൊക്കെ അത് ഗുരുഗ്രാമം എന്നൊക്കെ പറയും. അപ്പോൾ ഗുരുഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അശ്വത്ഥാമാവിനെ കാണും. പക്ഷെ അശ്വത്ഥാമാവിൻ്റെ ചൈതന്യം, അശ്വത്ഥാമാവിൻ്റെ ആ പ്രവൃത്തി, അശ്വത്ഥാമാവിൻ്റെ ഭാവം അത് ഇന്നും ഈ ലോകത്തിലുണ്ട്. അതാണ് ചിരഞ്ജീവി എന്ന് പറയാൻ കാരണം. എന്താണ് അശ്വത്ഥാമാവിൻ്റെ പ്രവൃത്തി? അശ്വത്ഥാമാവ് ചെയ്ത പ്രവൃത്തി എന്താണ്? ഒന്ന്, നേരെ ശിശുഹത്യ എന്നുള്ള പാപാണ്. ഉറങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന പാണ്ഡവ പടുകുടീരത്തിലുള്ള ആ ശിശുക്കളെ മുഴുവൻ കൊന്നു. ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ കൊന്നു. അപ്പോൾ സ്ത്രീഹത്യ, ശിശുഹത്യ. പിന്നീട് നേരെ അവിടെയുള്ളതായിരിക്കുന്ന ആ ആളുകളെ മുഴുവൻ തന്നെ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, ഗർഭിണിയായിരിക്കുന്ന നേരെ ഉത്തരാഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്ര വെച്ച് ഭ്രൂണഹത്യ നടത്തി. ആ കുട്ടി മരിച്ചു. പിന്നെ ഭഗവാൻ ജീവിപ്പിച്ചു എന്നാണ് പറയുക. അങ്ങനെയാണ് പരീക്ഷത്തുണ്ടായത്. അപ്പോൾ ഭ്രൂണഹത്യ. അപ്പോൾ അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അശ്വത്ഥാമാവിൻ്റെ പ്രവൃത്തിയായിരിക്കുന്ന ഭ്രൂണഹത്യ ഉണ്ട്. നമുക്ക് സാധാരണ അബോർഷനുണ്ട്, കമ്പൽസറി ആയിട്ട് അബോർഷൻ ചെയ്യുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഭ്രൂണഹത്യ നമുക്കുണ്ട്. അത് നടക്കുന്നുണ്ട് കാട്ടിൽ. അപ്പോൾ അശ്വത്ഥാമാവ് അവിടെ വിരാജിക്കുന്നർത്ഥം. അതേപോലെ ശിശുഹത്യ, നേരെ കൊച്ചുകുട്ടികളെയൊക്കെ കൊല്ലുന്നു. 1 വയസ്സായ കുട്ടി, 2 വയസ്സായ കുട്ടി, ആ കുട്ടികളെയൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക, അത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ശിശുഹത്യ ഉണ്ട്. പിന്നെ സ്ത്രീഹത്യ, അപ്പോൾ സ്ത്രീകളെ കൊല്ലുക, അതും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ വൃദ്ധന്മാരെ കൊല്ലുക, അതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളിൽ അശ്വത്ഥാമാവിൻ്റെ പ്രവൃത്തികൾ ഇന്നും ആ നിർഭയം അങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇന്നും അങ്ങനെ ജീവിക്കുന്നതാണ്. അതുമാത്രമല്ല, അശ്വത്ഥാമാവ് നേരെ ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുന്ന. അതുകൊണ്ടാണ് ഉറക്കത്തിൽ കിടക്കുന്നതായിരിക്കുന്ന ആളുകളെ കൂട്ടക്കൊല നടത്തണം. അപ്പോൾ രാത്രി കിടന്നുറങ്ങണതായിരിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ മഹായുദ്ധങ്ങളിലൊക്കെ നടക്കാതെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ നേരെ ബോംബിടുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളുകളാണ് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ കൊല്ലാൻ പാടില്ല എന്നാണ് നിയമം. അത് അശ്വത്ഥാമാവ് ചെയ്യും. അപ്പോൾ നേരെ ബാലന്മാരെ കൊല്ലാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ജഡാവസ്ഥയിൽ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന ആ രോഗികളെ, കിടപ്പ് രോഗികളെ കൊല്ലാൻ പാടില്ല എന്ന് ശാസ്ത്രം പറയുന്നു. അത് അശ്വത്ഥാമാവ് ചെയ്യും. അശ്വത്ഥാമാവിൻ്റെ പ്രവൃത്തി ഇന്നും
ജീവിച്ചിരിക്കുന്നു, അതിന്നും സജീവമാണ്. അപ്പോൾ അശ്വത്ഥാമാവ് ഇന്ന് സജീവമാണ്. അപ്പോൾ അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അതിൽ അർത്ഥമാക്കുക. പിന്നെ മഹാബലി എന്ന് പറഞ്ഞാൽ നേരെ മഹാബലിയുടെ സർവ്വതും നേരെ ഭഗവാൻ അപഹരിച്ചു എന്നാണ്. അപ്പോൾ അപഹരിച്ചതിനെ കുറിച്ചിട്ട് രണ്ട് പക്ഷങ്ങളുണ്ടെങ്കിൽ പോലും മഹാബലി എല്ലാം കൊടുക്കാനും തയ്യാറായി, മഹാബലിയുടെ വസ്തുക്കളൊക്കെ അപഹരിച്ചു എന്നാണ്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടതായിരിക്കുന്ന മഹാബലിയെപ്പെട്ട എന്ത് പറ്റി? നേരെ മഹാബലി സുതലത്തിലേക്ക് പോയിന്നും ഭാഗവതാദി പുരാണങ്ങളിലും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയും. ഏതായാലും രാജ്യം മുഴുവൻ ഭരിച്ചതായിരുന്ന സർവസമ്പത്തുകളും ഉള്ളതായിരിക്കുന്ന, സർവസമ്പൽ സമൃദ്ധിയുള്ളതായിരിക്കുന്ന, ആ നിരപരാധിയായിരിക്കുന്ന സാത്വികനായിരിക്കുന്ന ഒരാളെ നേരെ നിർധനനാക്കിയിട്ട് അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സമ്പ്രദായം ഇന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് മഹാബലി നേരെ ജീവിച്ചിരിക്കുന്നു. മഹാബലിയുടെ അവസ്ഥ ഇന്ന് പലർക്കുണ്ട്. അപ്പോൾ അതാണ് നേരെ ലോൺ എടുത്തു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരിക, കിടക്കാനിട ഉണ്ടാവുക, ജപ്തി ചെയ്യുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാം പിടിച്ചെടുക്കുക, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പോൾ മഹാബലി ഇവിടെ ഇങ്ങനെ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുന്നതല്ല. മഹാബലിയുടെ അവസ്ഥ ഉള്ളതായിരിക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. അപ്പോൾ മഹാബലിയുടെ ആ രൂപം, ആ മഹാബലിയുടെ അവസ്ഥ ഇന്ന് നേരെ സ്ഥിരമായിട്ട് വസിക്കുന്നു. അതാണ് മഹാബലി എന്ന് പറയാൻ കാരണം. അശ്വത്ഥാമ, ബലിർ, പിന്നെ വ്യാസന്റെ പ്രത്യേകത എന്താണ്? വ്യാസൻ നേരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ എഴുതി. പക്ഷേ വ്യാസനെ എല്ലാവരും അങ്ങനെ ആരാധിക്കുന്നില്ല എന്നോ. വ്യാസൻ എന്ന് പറയുമ്പോൾ ഗുരുവാണ്, ലോക ഗുരുവാണ്. അപ്പോൾ ശ്രേഷ്ഠമായിരിക്കുന്ന അറിവുള്ള ആളാണ്. പക്ഷേ വ്യാസന് വേണ്ടതായിരിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? അംഗീകാരം കിട്ടിയിട്ടില്ല. അപ്പം അംഗീകരിക്കപ്പെടാത്തതായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന മുനിപുങ്കവന്മാരെ പോലെ ജീവിക്കുന്ന പണ്ഡിതന്മാർ ധാരാളമുണ്ട്. അവർ അവഗണിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഗണിക്കപ്പെടേണ്ടതായിരിക്കുന്ന, ആദരിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഗുരുപരമ്പരകളെ ആദരിക്കാതിരിക്കുക, ആ സംഭവം, അതാണ് വ്യാസന്റെ അനുഭവം ഇന്ന് ഉണ്ട്. അതാണ് വ്യാസന്മാരിങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ധാരാളം പേരുണ്ട്, പക്ഷെ ആരും അവരെ മൈൻഡ് ചെയ്യാറില്ല. കാരണം അഭിനവ വ്യാസന്മാരാണ് ഉദിച്ചുയരുന്നത്. യഥാർത്ഥ വ്യാസൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആ വ്യാസനെ നേരെ ആരും ബഹുമാനിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ആ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ അശ്വത്ഥാമ, ബലിർവ്യാസോ ഹനുമാംശാൻ. ഹനുമാൻ എന്ന് പറഞ്ഞതാണ് നേരെ ഉത്തമമായിരിക്കുന്ന ഭക്തി. അപ്പോൾ ഹനുമാന്റെ ഉത്തമമായിരിക്കുന്ന ഭക്തിയുണ്ട്, വിനയമുണ്ട്. അപ്പോൾ ഭക്തിയും വിനയവും ശക്തിയൊക്കെ ഉള്ളതായിരിക്കുന്ന ആളുകൾ, ആ ഹനുമാന്റെ പ്രവർത്തികൾ, ഹനുമാൻ ജീവിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് രാമനാമം ഉള്ളിടത്തോളം കാലം ഹനുമാൻ ജീവിച്ചിരിക്കും എന്നാണ് ആ കിട്ടിയതായിരിക്കുന്ന വരം. അതുകൊണ്ടാണ് ഹനുമാൻ ഇന്നും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് എവിടെ രാമ എന്ന് പറഞ്ഞാലും അവിടെ ഹനുമാനുണ്ട്. അപ്പോൾ അതാണ് നേരെ ഹനുമാൻ എന്നുള്ളത് ഈ ലോകത്തിലെ ചൈതന്യ വസ്തുവായിട്ട് എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറയും. ഉദാഹരണത്തിന് നേരെ സാക്ഷാൽ അസാധ്യ സാധക സ്വാമിൻ എന്നാണ് പറയാം. അസാധ്യമായിരിക്കുന്ന ഒരു കാര്യം നടക്കണമെങ്കിൽ ഹനുമാനെ ആരാധിച്ചാൽ മതി എന്ന് പറയും. ഹനുമാൻ ആ കാര്യം സംഗതിക്കും. പിന്നെ ഹനുമാന്റെ ആ ഒരു ജീവിച്ചിരിക്കുന്നു, ഹനുമൽ ചൈതന്യമുണ്ട് എന്ന് പറയാൻ കാരണം സാധാരണ ക്ഷേത്രങ്ങളിൽ നേരെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന അതിൻ്റെ ആ ദൂഷ്യങ്ങൾ സംഭവിക്കാനാണ്. അത് ആചാരദൂഷങ്ങൾ വരാം. അപ്പോൾ ആചാരങ്ങളെ തെറ്റിച്ചെന്ന് വരാം, കർമ്മങ്ങൾ തെറ്റിയെന്ന് വരാം. അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കർമ്മഭ്രംശം വരും, കർമ്മം തെറ്റിച്ചു പോകുന്നു വരും. അതേപോലെ ആചാരങ്ങൾ തെറ്റിക്കപ്പെടും. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തിയെന്ന് വരും. അതൊക്കെ ക്ഷേത്ര ചൈതന്യത്തിന് വിരുദ്ധമാണ് എന്നാണ്. അപ്പോൾ ക്ഷേത്ര ചൈതന്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് വേണം? അതിന് നേരെ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടായാൽ മതി എന്നാണ്. അതാണ് നേരെ ഹനുമാന്റെ സാന്നിധ്യത്തിനാണ് നേരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നേരെ ആളുകൾക്ക് നേരെ സുന്ദരകാന്ഡം, അതായത് മൂലമായാലും ഭാഷയായാലും മൂലത്തിനാണ് പ്രാധാന്യം. അപ്പം മൂലസുന്ദരകാന്ഡങ്ങൾ പാരായണം ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ അവിടെ അത് വന്നു കഴിഞ്ഞാൽ ഹനുമാൻ അല്ലെങ്കിൽ ഹനുമാൻ്റേതായിരിക്കുന്ന ഒരു പ്രതിഷ്ഠ വന്നു കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ ക്ഷേത്രത്തിലുള്ളതായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും, അത് ഏത് ആഭിചാരമായാലും എല്ലാം തന്നെ അത് ഹനുമാൻ ഇല്ലാതാക്കും. അത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഹനുമാന്റെ സംഗതിയുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നേരെ നരസിംഹത്തിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തിരുന്നിട്ട് നരസിംഹം പത്മനാഭസ്വാമി പത്മനാഭസ്വാമിയുടെ ശിരസിൻ്റെ ഭാഗത്ത് നരസിംഹമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തതായിട്ട് ഒരു ആൾ സ്ഥിരമായിട്ട് ഇരുന്ന് സുന്ദരകാന്ഡം വായിക്കും, മൂലസുന്ദരകാന്ഡം വായിക്കും. അതെല്ലാ ദിവസവും 2 മണിക്കൂർ വായിച്ചിട്ട് പോവുകയും അതങ്ങനെ ഒരു ആചാരമായിട്ടിരുന്നു. കാരണം നേരെ അവിടെ നടന്നതായിരിക്കുന്ന ആ വിരുദ്ധ കാര്യങ്ങളൊക്കെ തന്നെ, ആ ദോഷങ്ങളൊക്കെ തന്നെ തീർക്കണതും അപ്പോൾ അതെല്ലാം ഈ ഹനുമാനാണ് തീർക്കുക എന്നാണ് പറയുന്നത്. കാരണം ആ നരസിംഹത്തിന് ശക്തി വന്നു കഴിഞ്ഞാൽ അതിനെ ശാന്തനാക്കാനായിട്ട് ഹനുമാൻ വേണമെന്ന് പറയും. അപ്പോൾ നരസിംഹത്തെ ആരാധിച്ചാൽ നരസിംഹത്തിന് ശക്തി പ്രാപിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നേരെ ആ ഒരു നരസിംഹത്തിൻ്റെ രൂപം വെച്ചിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ആ മറ്റെല്ലാ ശക്തികളെക്കാളും കൂടുതൽ നരസിംഹത്തിന് ശക്തി പ്രാപിക്കുന്ന, അപ്പോൾ നരസിംഹത്തിൻ്റെ ആ ശക്തിയെ ശാന്തമാക്കാനായിട്ട് ഹനുമാനുണ്ടാവും. അതാണ് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഹനുമാൻ്റേതായിരിക്കുന്ന സാന്നിധ്യം ഉണ്ടാക്കണം. അപ്പോൾ ഹനുമാൻ നമ്മുടെ ഗ്രഹത്തിലുണ്ട്. നമുക്കും അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ളതായിരിക്കും നമ്മുടെ പൂർവികന്മാർ ചെയ്തതായിരിക്കുന്ന പാപങ്ങൾ തീരാനായിട്ട് എന്ത് വേണം? ഹനുമാനെ ആരാധിക്കുക. ഇല്ലെങ്കിൽ ഹനുമാൻ്റെ ചിത്രം വെച്ച് രാമനാമം ജപിച്ചാലും മതിയെന്നാണ്. നമ്മുടെ പൂർവികന്മാർ കുറേ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടാവും, വെച്ചാരാധന ഉണ്ടാവും, അതേപോലെ ഏതെങ്കിലും മൂർത്തികൾ വെച്ച് ആരാധിച്ചിട്ടുണ്ടാവും. ആ മൂർത്തികളൊക്കെ അതിഭയങ്കരമായ ശക്തിയായിരിക്കുന്ന മൂർത്തികൾ നമ്മളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ ദോഷങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റൊരു മാർഗവും ചെയ്യേണ്ട ആവശ്യമില്ല. ഹനുമാൻ്റെ ആ ചിത്രം വയ്ക്കാം. ഇല്ലെങ്കിൽ നേരെ ഹനുമൽ സ്മരണയോട് കൂടിയിട്ട് രാമ 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 എന്ന് പറഞ്ഞ് ആഞ്ജനേയനെ സ്മരിച്ചു കഴിഞ്ഞാൽ നേരെ ആഞ്ജനേയൻ ഈ എല്ലാ ദോഷങ്ങളെയും, എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ദോഷങ്ങളും തീർക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന ഏറ്റവും ശക്തനായിരിക്കുന്ന ആളാണ് ആഞ്ജനേയൻ. അതാണ് ഹനുമാംശ. പിന്നെ വിഭീഷണൻ. വിഭീഷണൻ എന്ന് പറഞ്ഞാൽ ശരിയുടെ ഭാഗത്ത് നിൽക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആട്ടി പുറത്താക്കപ്പെടുകയും അവസാനം നേരെ തിരിച്ചെല്ലാം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. അവസാനമാണ് അവർക്കെല്ലാം കിട്ടുക. ആദ്യം നേരെ അവരെ കാട്ടി പുറത്താക്കപ്പെടും. പക്ഷേ ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കുന്ന, ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ വിഭീഷണന്മാരാണ് എന്ന് കണക്കാക്കിക്കൊള്ളുന്നതാണ്. പിന്നീടാണ് 8ാമത്തത് മാർക്കണ്ഡേയൻ വന്നു എന്നാണ് പറയുക. മാർക്കണ്ഡേയൻ ചിരായുസ്സാണ്. അത് മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഈ പുരാണ ആചാര്യനാണ്. മാർക്കണ്ഡേയൻ്റെ പ്രത്യേകതയാണ് തപസ് ചെയ്തിട്ട് മന്വന്തരങ്ങളോളം തപസ് ചെയ്തു എന്നാണ്. അപ്പോൾ ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ് സാക്ഷാൽ ഭഗവാനെ കണ്ടു. ആ ഭഗവാനെ നേരെ കണ്ടതായിരിക്കുന്ന രൂപമാണ്. ആ അങ്ങനെയുള്ള മാർക്കണ്ഡേയൻ ഉള്ളത് കൊണ്ടാണ് പുരാണങ്ങൾ ഇന്നും നിലനിൽക്കുന്നതാണ്. അപ്പം മഹാദേവൻ അനുഗ്രഹിച്ചതാണ് പുരാണ ആചാര്യനായിട്ട് തീരട്ടെ എന്ന്. അപ്പോൾ മാർക്കണ്ഡേയനാണ് എല്ലാ പുരാണങ്ങളുടെയും ആചാര്യനാണ്. പുരാണങ്ങൾ ഒക്കെ രചിച്ചത് വേറെ ആളുകളാണ്. അപ്പോൾ വ്യാസൻ്റെ ശിഷ്യനാണ് പുരാണങ്ങൾ രചിച്ചത്. പക്ഷേ പുരാണത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് സാക്ഷാൽ മാർക്കണ്ഡേയനാണ്. കാരണം ഇന്നും പുരാണ ആചാര്യന്മാർ ധാരാളം പേരുണ്ട്. അതൊക്കെ തന്നെ മാർക്കണ്ഡേയ ആ ചൈതന്യമാണ് എന്നാണ് പറയുക. അപ്പോൾ അതാണ് നേരെ ഈ 7 പ്രധാനം. 8 പിൽക്കാലത്ത് വന്നതാണ്. അപ്പോൾ 8 ഉൾപ്പെടെ നേരെ ചിരഞ്ജീവികൾ നമ്മുടെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ്. അവരെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല, പക്ഷെ അവരുടെ പ്രവൃത്തികളെ നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ചിരഞ്ജീവികളുടെ ജീവനുള്ളതായിരിക്കുന്ന രൂപമല്ല, അവരുടെ പ്രവൃത്തികൾ ഇന്ന് നാട്ടിൽ വളരെ സുലഭമാണ് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്.